ആദ്യമായിട്ട് തന്നെ ഞാൻ എം.ടി. സാറിനോടൊപ്പം 2 പടം ചെയ്യാൻ പറ്റിയത് തന്നെ ഞാൻ ഈ ജന്മത്തിൽ ചെയ്ത ഏതോ ഒരു പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് തന്നെ ഞാൻ കാണുന്നത്. പണ്ടുള്ള എൻ്റെ സിനിമകളൊക്കെ എനിക്ക് അരപ്പച്ച ഡയലോഗ് ഉണ്ടാവും, അല്ലെ ഓട് നടന്ന് ഇളകി മറിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാനുണ്ടാവും. അപ്പൊ അതല്ലല്ലോ, ഇത് വേറൊരു പാറ്റേണിലുള്ള ഒരു പടമാണ്. നമുക്കറിയുന്ന പൊന്നമ്മ ചേച്ചി തോക്കെടുത്ത് വെടിവെക്കും, അത് നമുക്ക് കംപ്ലീറ്റ്ലി മലയാളി ഓഡിയൻസിന് ന്യൂ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളെ സെറ്റിൽ ചെന്ന് ആദ്യം എടുക്കുന്ന ഡൈനിങ് ടേബിൾ സീനാണ്. അതിന് ഡൈനിങ് ടേബിൾ കാണിക്കുന്നില്ല, ഭയങ്കര വിശാലമായിട്ട് എല്ലാവരോടും ഇരിക്കുന്നത്. അതാണ് ഫസ്റ്റ് ഞങ്ങൾ പോകുമ്പോൾ എടുക്കുന്ന സീൻ, എടുക്കുന്ന ആദ്യ സീൻ. നിൽക്കുമ്പോൾ അതിനൊരു നോട്ടമൊക്കെ ഉണ്ട്. നോട്ടം നിന്നിട്ട് ആ ഉന്നം പിടിക്കുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റായിട്ട് ആ തോക്ക് ഇങ്ങനെ ആ തോക്കിന്റെ നേരെ ആരാണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വേണം തോക്ക് പിടിച്ച് ചെയ്യാനായിട്ട്. ഞാൻ 24 ഫീമെയിലെ കണ്ടപ്പോൾ മുതൽ എനിക്ക് ആഷിഖിന്റെ ഒരു സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സിനിമ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ഇനി തോക്കെടുത്തില്ല എന്ന് വേണ്ട. ജീവിതത്തിൽ പല പല വേഷങ്ങള് സിനിമകളിൽ നമുക്ക് അഭിനയിച്ചു, തോക്ക് കൊണ്ടൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇനി നാളെ നമുക്ക് തോക്കെടുക്കാലോ. മനസ്സ് നിറഞ്ഞ പറയുവാണ്, ഒരുപാട് സ്നേഹവും ഒരുപാട് എല്ലാം മനസ്സ് നിറഞ്ഞു കിട്ടിയ ഒരു സെറ്റാണ് റൈഫിൾ ക്ലബ്. സിനിമാ പ്രാന്തനിൽ ഇന്ന് കൂടെ ഉള്ളത് പൊന്നമ്മ ബാബു ആണ്. പൊന്നമ്മ ചേച്ചി, വെൽക്കം ടു സിനിമാ പ്രാന്തൻ. നമസ്കാരം. ഇപ്പം നമ്മൾ കണ്ടു വന്നിട്ടുള്ള പൊന്നമ്മ ചേച്ചിയുടെ കോമഡി വേഷങ്ങളും അമ്മ വേഷങ്ങളിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വേഷം ചെയ്തിട്ട് റൈഫിൾ ക്ലബ്ബ് ഇറങ്ങിയത്. അതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ആ സന്തോഷത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരെയും കേരളത്തിനെ മൊത്തത്തിൽ വിഷമിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ എം.ടി. സാറിൻ്റെ ഒരു വിയോഗം ഉണ്ടായത്. അപ്പം എം.ടി. സാറിൻ്റെ 2 സിനിമകളുടെ ഭാഗമാവാനായിട്ട് പൊന്നമ്മ ചേച്ചിക്കും സാധിച്ചിട്ടുണ്ട്. അപ്പം ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ശരിയല്ല, എങ്കിലും സാറിൻ്റെ കൂടെ ഉള്ളൊരു മെമ്മറീസും ആ ഒരു എക്സ്പീരിയൻസും ഒക്കെ എങ്ങനെയായിരുന്നു ചേച്ചിക്ക്? ദൈവം, ആദ്യമായിട്ട് തന്നെ ഞാൻ എം.ടി. സാറിനോടൊപ്പം 2 പടം ചെയ്യാൻ പറ്റിയത് തന്നെ ഞാൻ ഈ ജന്മത്തിൽ ചെയ്ത ഏതോ ഒരു പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് തന്നെ ഞാൻ കാണുന്നത്. 2 പടമൊന്നു എം.ടി. ഹരിഹരൻ്റെ എൻ്റെ സ്വന്തം ജാനിക്കുട്ടി, പിന്നെ അതൊക്കെ എൻ്റെ സിനിമയിലുള്ള ഒരു മുന്നോട്ടുള്ള വഴിത്താരകളായിരുന്നു. അപ്പോൾ സിനിമ തീർത്ഥാടനം, രണ്ടാമത് എം.ടി. സാർ ഡയറക്റ്റ് ചെയ്ത പടമായിരുന്നു തീർത്ഥാടനം, എം.ടി. സാറിൻ്റെ തന്നെ സ്ക്രിപ്റ്റ്. അങ്ങനെ എം.ടി. സാറിൻ്റെ 2 പടം ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. എം.ടി. സാറ് എനിക്കത് ഓർക്കാൻ പോലും വയ്യ. സാറൊന്നും ഈ ലോകത്തില്ലല്ലോ, ഇല്ലാതാകുന്നതിനെ പറ്റിയൊക്കെ ഓർത്തിട്ടങ്ങ് വെച്ച് മനസ്സ് രാവിലെ മുതൽ വിഷമിക്കുന്നുണ്ട്. നല്ല നല്ല സിനിമകളും നല്ല എഴുത്തുകാരൊക്കെ അല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല സിനിമയുടെ ഭാഗമായ ആൾക്കാരാണ് അവരെല്ലാമേ. ഇനി അതുപോലുള്ള പടങ്ങളും അതുപോലുള്ള സിനിമകളും ഒക്കെ അറിയില്ല സാർ. ഇനി ഇതിനകത്ത് പറയുന്നു നമുക്ക് ആരുമില്ല, ഇങ്ങനെ നമുക്ക് ആ കൈ ഇങ്ങനെ കാണിച്ച് ഇനി എന്താ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അതുവരെ ഞാനും അതാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. ഞാൻ എന്തായാലും എം.ടി. സാറിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. സാറിൻ്റെ ഫാമിലിക്കല്ല സഹിക്കാനുള്ള, സാറിൻ്റെ ഫാമിലിക്ക് മാത്രമല്ല സാറിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അത് സഹിക്കാനുള്ള ശക്തി തമ്പുരാൻ കൊടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാമെന്നല്ല, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ലല്ലോ. സാറിന് ഞാൻ നിത്യശാന്തി നേരും. ഉറപ്പായിട്ടും കേരളക്കര മൊത്തം അദ്ദേഹത്തിനെ പോലെ ഒരു ലെജൻഡ് ഇനിയും ഉണ്ടാകില്ല എന്നതിൽ നമുക്ക് സംശയമില്ല. അതെ. ഇപ്പോഴത്തെ ഒരു വിശേഷം പറയണ റൈഫിൾ ക്ലബ്ബ് ചേച്ചി ഓക്കെ ആണോ? തീർച്ചയായും പറഞ്ഞു. ഓക്കെ അല്ലേ? ഓക്കെ പറഞ്ഞു. റൈഫിൾ ക്ലബ്ബ് എനിക്കറിയാം ഇത്രയും വലിയ സന്തോഷത്തിനിടയ്ക്ക് ഈ ഒരു വിഷമം നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല. എന്നാലല്ലോ സാറിന് തുടങ്ങുമ്പോൾ സാറിനെ പറ്റി 2 വാക്ക് പറയാതെ എങ്ങനെയാണ് നമ്മളങ്ങനെ സംസാരിക്കുക? പറഞ്ഞു കുഴപ്പമില്ല. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ചേച്ചി ഇതുവരെയും നമ്മൾ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു കോമഡി വേഷങ്ങളും അമ്മ വേഷങ്ങളും ഇമോഷണൽ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ആക്ഷൻ പാക്ഡ് സിനിമയുടെ ഭാഗമായിട്ട് അതും ഇപ്പം നമുക്കറിയുന്ന പൊന്നമ്മ ചേച്ചി തോക്കെടുത്ത് വെടിവെക്കും, അത് നമുക്ക് കംപ്ലീറ്റ്ലി മലയാളി ഓഡിയൻസിന് ന്യൂ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ചോദിക്കാനുള്ള ഇപ്പം സിനിമയുടെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ കുറച്ചായിട്ട് കേൾക്കുന്നുണ്ട്, എങ്ങനെയാണ് ചേച്ചി സിനിമയിലേക്ക് വന്നത് എന്നൊക്കെ. അപ്പം ആദ്യം ഈ ഒരു കഥാപാത്രത്തിനെ പറ്റി ചേച്ചി കേട്ടു, അതിനുശേഷം അത് സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞപ്പം ആദ്യം കേട്ട ആ ഒരു ഇമ്പാക്റ്റിൽ തന്നെ ചേച്ചിക്ക് സ്ക്രീനിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ ഞാനത് ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞിരുന്നു ശ്യാം പുഷ്കർ ഉണ്ണിമായി, ചേച്ചി നല്ല പോർഷൻ്റെ അതാണ് അവിടെ ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ഇത് കയ്യടിയും കാര്യമൊക്കെ വരുന്ന സീക്വൻസാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാനത് അത്ര ഒരു കാര്യമാക്കി എടുത്തില്ല. കാരണം നിങ്ങൾക്ക് ആ സിനിമ കണ്ട രീതിക്ക് ഞാൻ അതിനകത്ത് വലിയ ഡയലോഗുകളൊന്നുമില്ല, എല്ലാ ലുക്കും നോട്ടവും നമ്മുടെ ഒരു പ്രസൻസും ഒക്കെയാണ് ആ സിനിമ. ഡയലോഗ് പറയേണ്ട അടുത്ത് മാത്രമേ ഡയലോഗ് ഉള്ളൂ, അല്ലാത്തടത്തെല്ലാം വേറെ കാര്യങ്ങളാണ് നടക്കുന്നത്. പക്ഷെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു പടവും ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കണേ. പണ്ടുള്ള എൻ്റെ സിനിമകളൊക്കെ എനിക്ക് അരപ്പച്ച ഡയലോഗ് ഉണ്ടാവും,
അല്ലെ ഓട് നടന്ന് ഇളകി മറിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാനുണ്ടാവും. അപ്പം അതല്ലല്ലോ, ഇത് വേറൊരു പാറ്റേണിലൊരു പടമാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ്. ഇപ്പോൾ ഒരു പക്ഷേ ഞാൻ പറയുന്ന ഡയലോഗുകൾ ചിലപ്പോൾ ശാംപുഷ്കർ വന്നിട്ട് എൻ്റെ അടുത്ത് പറയും, ചേച്ചി അങ്ങനത്തല്ല ഉദ്ദേശിക്കുന്നത്, ആ ഡയലോഗ് ഇങ്ങനെ പറയണം എന്ന് പറയും. ഓ അതാണോ ഉദ്ദേശിക്കുന്നത്? ഞാനപ്പോൾ ഓർക്കും അതെന്തായിരിക്കും അവരങ്ങനെ എന്നോട് പറഞ്ഞത്, അങ്ങനെ ചെയ്യാൻ. എന്തായാലും അവരുടെ ആ ഒരു പറഞ്ഞതല്ലേ, അങ്ങനെ തന്നെ ചെയ്യാം. പക്ഷെ ആ ചെയ്തപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സംശയം വന്നെങ്കിലും, പക്ഷെ ആ സംശയങ്ങളൊക്കെ തീർന്ന് എനിക്ക് എൻ്റെ സിനിമ കണ്ടപ്പോഴാണ് അത് എന്തിനു വേണ്ടിയായിരുന്നു അവരങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടി നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്. പല പോർഷൻസും നമ്മുടെ ലുക്കും നോട്ടവും കാര്യങ്ങളും ഒക്കെ ഉള്ളു. അപ്പോഴും ഞാൻ ആലോചിക്കും, ഡയലോഗ് ഇല്ലാതെ നിൽക്കുവാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ലുക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കാൻ പറ്റുന്നില്ല. ചില സിനിമകളിൽ നമ്മളൊന്നും നോക്കി ഇങ്ങനെ കുറെ മൂവ്മെന്റ്സ് ഉണ്ടാവും. ഇതൊന്നും ഇല്ല. നമ്മൾ ഒരേ ആ ഏതാണോ നമ്മൾ ലുക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്നത് അതേ തന്നെ നമ്മൾ നിൽക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും തലയെടുക്കാൻ പാടില്ല. അതൊക്കെ എൻ്റെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ത്രില്ലിങ് എനിക്ക് പടം റിലീസായി കണ്ടപ്പോഴാണ്, ഓ ഇതായിരുന്നല്ലോ ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ ഒത്തിരി സന്തോഷമായിരുന്നു. ഇപ്പം ഏറ്റവും കയ്യടി കിട്ടിയ ഒരു സീൻ ഉണ്ടല്ലോ, ചേച്ചി ആ വെടി വെക്കുന്ന ഒരു സീൻ, ആ സീൻ എങ്ങനെയാണ് മേക്ക് ചെയ്തതെന്നൊന്ന് പറയാമോ? മേക്ക് ചെയ്തത് അവർ അലമാരി ഓൾറെഡി അതൊരു വീടായിരുന്നു. ആ വീട് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തിട്ടാണ് അത് സെറ്റൊക്കെ ഇട്ട് കുറച്ചും കൂടി അത് എടുത്തത്. അജയ് ശാലിശ്ശേരിയാണ് നമ്മുടെ മഞ്ഞുമ്മലിൻ്റെ ആർട്ട് ഡയറക്ടറാണ്. അവിടെ ഒരു അലമാരി ഉണ്ടായിരുന്നു എനിക്കറിയത്തില്ല, അതൊരു അലമാരിയാണ്. ആ അലമാരിയിലാണ് ഞാൻ അതിനകത്ത് അവർ പിന്നെ സ്റ്റെപ്പ് ഇട്ട് തന്നാണ് ഞാൻ അതിനകത്ത് കയറിയിരിക്കുന്നത്. പക്ഷേ ഏറ്റവും രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന പോലെ ഈ വെടി പൊട്ടിക്ക് ആദ്യമായിട്ട് ഞാൻ തോക്ക് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ തോക്ക് എടുത്തിട്ടില്ല, എനിക്ക് എടുക്കേണ്ട വന്നിട്ടില്ല. നമുക്ക് നാടകത്തെ അഭിനയിച്ചിട്ടല്ല, നാടകത്തിൽ പോലും ഞാനൊരു തോക്ക് എടുത്തിട്ടില്ല. എന്തെങ്കിലും പറയാം, നമുക്ക് തോക്ക് പിടിക്കാനെങ്കിലും അതിനൊരു ഉന്നവും അതിൻ്റെ ആ പിടിക്കുന്നതിനകത്തൊരു നിൽക്കുമ്പോൾ അതിനൊരു നോട്ടമൊക്കെ ഉണ്ട്. നോട്ടം നിന്നിട്ട് ആ ഉന്നം പിടിക്കുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റായിട്ട് ആ തോക്ക് ഇങ്ങനെ ആ തോക്കിൻ്റെ നേരെ തന്നെ ആരാണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വേണം തോക്ക് പിടിച്ച് ചെയ്യാനായിട്ട്. അപ്പൊ ആ ഒരു ഉന്നവും പിന്നെ ആ നേരെ നോക്കി നമ്മൾ ആ പൊട്ടിക്കുമ്പോൾ നമ്മളെല്ലാം ഞെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ സീൻ എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ഞെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ആദ്യം ഞാൻ ഞെട്ടി. അതാണ് ഏറ്റവും രസം. എന്നോട് പറഞ്ഞ് പൊട്ടിക്കാൻ പറഞ്ഞു, ആദ്യമേ തന്നെ ഷൂട്ടിംഗ് ടൈമിൽ നമ്മളിത് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. നമുക്കിതിനകത്ത് പ്രാക്ടീസ് എല്ലാവർക്കും ഉണ്ട്. തോക്ക് അതിന് പരിശീലകരായ ആൾക്കാർ സെറ്റിലുണ്ടായിരുന്നു. ഓരോരുത്തരും വന്നിട്ട് ഞാനൊന്നും എടുത്ത് നോക്കി, മറ്റേ തോക്ക് എടുത്തിട്ട് മറ്റേ ഗൺ തോക്ക് എടുത്തു നോക്കി. പക്ഷെ അതിന് നല്ല വെയിറ്റാ. അപ്പോൾ ഞാൻ ഓർത്ത്, എൻ്റെ ദൈവമേ ഞാനിത് പോക്കേണ്ടി വരുമോ, ഞാൻ ഇത്രയോ ദിവസം ഞാൻ ഈ തോക്കെടുത്ത് പോക്കണമല്ലോ. ഞാൻ ആലോചിക്കുക, മറ്റുള്ള കയ്യിലെല്ലാം വലിയ വലിയ തോക്കുകളാണ്. അപ്പോൾ എനിക്ക് അതിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ചെറിയ തോക്കാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്, വലിയ തോക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്നിൽ വന്നു. പക്ഷേ ഞാൻ പറയുന്നുണ്ടല്ലോ, ആ ഡയലോഗ് പറയുന്നുണ്ടല്ലോ, എല്ലാവരെയും കയറ്റി പിന്നെ അവിടെ വെടി അവിടെ ഭയങ്കര ഒരു സംഭവം നടക്കാൻ പോകുന്നതിന് മുമ്പ് എല്ലാവരെയും അവിടെ നിന്ന് വണ്ടിയിൽ കയറ്റി വിടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പോകത്തില്ല, ഞാൻ പോകൂല, എനിക്ക് സൂസനും അവരും എല്ലാവരും ഉണ്ടല്ലോ, എന്നെ വിടണ്ട. അപ്പോൾ പറയും, ഇല്ല നീ അവരുടെ പ്രായമാണ് അവരുടെ പ്രായമാണ് നിനക്ക് ചോദിക്കുമ്പോൾ അതിനെന്താ അവരെക്കാളും നല്ല വെടിക്കാരി അതുകൊണ്ടായിരുന്നു. അപ്പോഴും പ്രേക്ഷകർ വിചാരിക്കുന്നില്ല ഞാൻ ഇപ്പുറത്ത് വേറെ രീതിയിൽ ഇത് വരുമെന്നുള്ളത്. അതെനിക്ക് ഏറ്റവും രസം എന്നോട് വേറെ ആൾ പറഞ്ഞത്, മനുമ ചേച്ചി അവരുടെ ഒരു ഇപ്പം ആഷിക് അബു ആണെങ്കിലും ശാംപുഷ്കർ ആണെങ്കിലും അല്ലെങ്കിൽ ദിലീഷ് നായർ അല്ലെങ്കിൽ സുഹാസ്, ഇവരൊക്കെയാണല്ലോ എൻ്റെ റൈറ്റേഴ്സ്. അപ്പോൾ അവരാണെങ്കിലും ഞാനായാലും നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷെ അവർ ആ ഡയലോഗ് പറഞ്ഞു വെച്ച് കഴിയുമ്പോൾ പ്രേക്ഷകരുടെ വിചാരം അവിടെ കൊണ്ട് എൻ്റെ പോർഷൻ എൻ്റെ ഏകദേശം രൂപം കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ നല്ല സംഭവം നല്ലതാന്നുള്ള പിന്നീട് നമ്മളത് തെളിയിക്കായിരുന്നിട്ട് ഉന്നം പിടിച്ച് വിനീതിൻ്റെ ആ ഗ്യാങ് കൂട്ടരെ അവിടെ അത്രയോ ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നത് ശോശാമ്മയുടെ ക്യാരക്ടറാണ്. ശോശാമ്മയുടെ ഒറ്റ വെടിയിലാണ് അവൻ തകർന്നു. വിനീതിനെ കുത്താൻ പോകുമ്പോഴാണല്ലോ മറ്റൊരു ഷൂട്ട് ചെയ്യുന്നത്. മറ്റൊരു ആ വെടിക്ക് അവിടെ തീർന്നു. അവിടെ പോർഷൻ കഴിഞ്ഞിട്ട് പിന്നീട് പിന്നെ അതിൻ്റെ ആ ശോശ നല്ലൊരു ഷൂട്ടറാണ് എന്ന് തെളിയിച്ചൊരു കാര്യം ലാസ്റ്റ് കൊണ്ടുപോയിട്ട് 5 ഉണ്ട വെടിയുണ്ട എവിടെ തേക്കുമ്പോഴത്തേക്ക് ഒന്ന് മറിക്കുന്നു പറഞ്ഞ ആ സാധനം ഞാൻ കൊണ്ടുവന്ന സാധനം ചെയ്ത് അവിടെയൊക്കെ ഭയങ്കര ക്ലാപ്സാ തിയേറ്ററിൽ. അപ്പം അങ്ങനെ ഒരുപാട് കയ്യടിയുടെ പല പോർഷൻസ് ഉണ്ട്. പക്ഷെ ഞാനത് ചെയ്യുമ്പോഴൊന്നും അങ്ങനെയൊന്നും വിചാരിച്ചിരുന്നില്ല. പക്ഷേ ആൾക്കാരത് ഏറ്റെടുത്തു. ആ വെടിവെക്കുന്ന സീനിൽ ഒരു കയ്യടി പ്രതീക്ഷിച്ചിരുന്നില്ലേ? വെടിവെക്കുമ്പോൾ എനിക്കറിയില്ല ആൾക്കാരെങ്ങനെ, ഞാൻ ചെയ്യുമല്ലേ, ആൾക്കാരത് എങ്ങനെ എടുക്കും. ഞാൻ ഫസ്റ്റ് ഡേ തന്നെ അത് ഭയങ്കര, ഞാനിരുന്ന തിയേറ്ററിലും ഭയങ്കര കയ്യടിയായിരുന്നു.
പക്ഷെ ഈ മൾട്ടിപ്ലക്സിനകത്ത് അധികം കൂവലും ബഹളവും ഒന്നും ഇല്ലല്ലോ. കാണണമെങ്കിൽ നമ്മൾ മറ്റേ പറയണം മറ്റുള്ള തിയേറ്ററിൽ ഓളം വെക്കുന്ന തിയേറ്ററിൽ പോയി നമ്മൾ സിനിമ കാണണം. അവിടെയാണ് അവരുടെ ഓളം നമ്മൾ കാണുന്നത്. അത് വേണം, അങ്ങനെ വേണം സിനിമ കാണാൻ. എന്നാലും നമ്മൾ ഈ ഒരു ഓഡിയൻസിന്റെ പഞ്ചറിയാൻ പറ്റത്തുള്ളൂ. മൾട്ടിപ്ലക്സിനും ഉണ്ടായിരുന്നു കേട്ടോ, അവർ അടങ്ങിയിരുന്നില്ല. അവർക്കത് കണ്ടിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവർ ശരിക്കും എൻജോയ് ചെയ്തു. പിന്നെ എല്ലാവരും നമ്മളോട് രചി തന്നായിരിക്കണം. എന്നെ ഞാൻ തോക്കെടുക്കും ഇങ്ങനെ ഒരു ആക്ഷനിൽ വരുമെന്ന് ആരും വിചാരിക്കുന്നില്ല. പിന്നെ ഞങ്ങളെല്ലാവരുടെ അവസാനം ചേർന്ന് ക്ലൈമാക്സ് പോർഷനിലെ ആ സ്ഥാനത്തോടൊക്കെ വരുമല്ലേ. അപ്പൊ അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ഇനി തോക്കെടുത്തില്ല എന്ന് വേണ്ട. ജീവിതത്തിൽ പല പല വേഷങ്ങള് സിനിമകളിൽ നമുക്ക് അഭിനയിച്ചു. തോക്ക് കൊണ്ടൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇനി നാളെ നമുക്ക് തോക്കെടുക്കാലോ. അതെ, ആ ഒരു വിഷമം മാറി കിട്ടിയ ക്യാരക്ടർ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞു. അടുത്ത അവര് വിളിക്കണം, ചേച്ചിയേ എന്താണ് ചേച്ചി തോക്കുണ്ട് കേട്ടോ. തോയനെന്താ ഇപ്പൊ അറിയാം, തോക്ക് പിടിക്കാനൊക്കെ അറിയാം. ഇനി ആരും നമ്മളെ തോക്ക് പിടിപ്പിക്കാനോ വെടി പൊട്ടിക്കാനോ ഒന്നും നമ്മളെ പഠിപ്പിക്കണ്ട. ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. എത്ര ദിവസം പ്രാക്ടീസ് ഉണ്ടായിരുന്നു ആ ഷൂട്ടിങ്ങിന്റെ? 2-3 ദിവസം. തോക്ക് കൊണ്ടുള്ള സീക്വൻസ് ആദ്യം മുതലേ തോക്കിന്റെ കാണിക്കുന്നുണ്ടല്ലോ. തോക്കി ഓരോരുത്തർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ തോക്കയിലാണല്ലോ ഇറ്റിയാനം അവരുടെ ക്യാരക്ടർ റിയാക്ടർ. പക്ഷെ നിങ്ങൾ വിചാരിക്കണം, ആദ്യം ഈ നിമിഷം 3/4 പോർഷൻ വരെ എൻ്റെ തോക്കില്ല. അതെ. അപ്പൊ ഞാൻ ഈ വെടിക്കാരി സംഭവം പറയുമ്പോഴും പ്രേക്ഷകർ വിചാരിക്കുന്നില്ല ഞാനൊരു ഷൂട്ടറായി വരും എന്ന് പ്രേക്ഷകർ വിചാരിക്കുന്നില്ല. അവിടെയാണ് അവരുടെ ഈ ആഷിഖ് കപൂറിന്റെയും ശ്യാം പുഷ്കറിന്റെയും അല്ലെ ദിലീഷ് നായർ സുഹാസ് അവരുടെ തലകൾ വർക്ക് ചെയ്ത് നമ്മൾക്ക് പോലും പോയില്ല. കണ്ടിട്ട് എന്നെ ആൾക്കാർ പറഞ്ഞതാ അവരുടെ സമ്മതിച്ചെന്നൊക്കെ ചേച്ചി ആ ഒരു സാധനം അവര് അതിൽ വന്ന് ചേച്ചി അവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിട്ട് അവിടുന്ന് അവര് വീണ്ടും ചേച്ചി അതിനുള്ള നല്ലൊരു ഷൂട്ടറാണ് എന്ന് തെളിയിച്ച ഒരു സാധനത്തിൽ കൊണ്ട് നിർത്തുക എന്ന് പറയുന്നത് അത് എന്തിനാ ഒരുപാട് ഇത് പോരെ ചോദിച്ചു എൻ്റെ അടുത്ത്. ചേച്ചി നേരത്തെ പല ഇന്റർവ്യൂസിൽ പറഞ്ഞായിരുന്നു ആഷിഖ് കപൂറിന്റെ സിനിമയുടെ ഒരു ഭാഗമാവാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നൊക്കെ. അപ്പൊ ആഷിഖ് കപൂറിന്റെ സ്റ്റാർട്ടിങ് തൊട്ടുള്ള ഡാഡിക്കുള് മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു, അതോ ഗ്രാജുവലി ആഷിഖ് കപൂറിന്റെ സിനിമകൾ കണ്ടിട്ട് ആ ഒരു ആഗ്രഹം? ഞാൻ 24 ഫീമെയിലെ കണ്ടപ്പോൾ മുതൽ എനിക്ക് ആഷിഖിന്റെ ഒരു സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സിനിമ. അതിലൂടെ അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സിനിമ ചെയ്യണം. പിന്നെ ശ്യാം പുഷ്കറിൻ്റെ ഒക്കെ മറ്റേ ഈ ഒരു മഹേഷിൻ്റെ പ്രതികാരം അവരുടെ ഒരു രീതിയിലുള്ള പടങ്ങൾ വരുമ്പം അങ്ങനെ ആ പടത്തിലൊക്കെ അഭിനയിക്കണം എന്നൊക്കെ എനിക്ക് അങ്ങനെയുള്ള പടങ്ങളെല്ലാം അവരുടെ ഒന്നാകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. വന്നപ്പോൾ ഇവരെല്ലാം കൂടെ ഒരുമിച്ചുള്ളൊരു സെറ്റിനകത്ത് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ദിലീഷ് പോത്തൻ്റെ കൂടെ എനിക്ക് ചെയ്യണം എന്നിങ്ങനെ നമ്മുടെ ആ ഒരു അവരൊരു ഇതുണ്ടല്ലോ, ദിലീഷ് പോത്തൻ, നമ്മുടെ ആഷിഖ് കപൂർ, ശ്യാം പുഷ്കർ, ദിലീഷ് നായർ, സുഹാസ്, അങ്ങനെ പോകുന്ന ഒരു ടീമിനോടൊപ്പം അതിനൊരു പടം ചെയ്യണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്താണ് എനിക്ക് കോള് വന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. ശരിക്കും ആഷിഖ് കപൂറിന്റെ ഈ ഒരു സെറ്റ് മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പെക്ട് ചെയ്തൊരു രീതി ഉണ്ടല്ലോ, ഇപ്പം ഡയറക്ടോറിയൽ ഈ ഒരു രീതിയിലായിരിക്കും, പക്ഷെ കുറച്ച് നല്ല രീതിയിലൊരു ഫ്രണ്ട്ലി അപ്രോച്ച് ആയിരുന്നു, ഭയങ്കര കെയറിങ് മെന്റാലിറ്റി ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ കേട്ടു. അതെങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിലുള്ള ആഷിഖ് കപൂർ സെറ്റ്? നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്, നല്ല സ്നേഹമുള്ള സെറ്റായിരുന്നു. ഞാൻ ഇത്രയും സ്നേഹമുള്ള സെറ്റ് എൻ്റെ ലൈഫിൽ ഞാൻ എത്രയോ സിനിമയുടെ ഭാഗമാണ്. സ്നേഹിച്ചിട്ടുണ്ട്, നമ്മളെ ബഹുമാനിച്ചിട്ടുണ്ട്, നമ്മളെ റെസ്പെക്ട് ചെയ്തിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. അതൊന്നും അല്ലാതെ നമ്മളെ ഒരുപാട് അങ്ങ് സ്നേഹം തന്ന് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ, നമ്മുടെ മെമ്മറിയിൽ മരണം വരെ സൂക്ഷിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ മെമ്മറി കിടക്കുക. അതുപോലൊരു സെറ്റൊന്നും എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. അതുപോലൊരു കുടുംബം പോലെയായിരുന്നു ഞങ്ങൾ. ആർട്ടിസ്റ്റല്ല, ഒരു കുടുംബം പോലെ. അതിനകത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആർക്കും ഒരു ഈഗോ ഇല്ല. സാധാരണ ഒരാൾക്ക് ഒരു ഈഗോ ഇല്ല. ഞങ്ങൾ പെണ്ണുങ്ങൾ തമ്മിൽ എന്തോരം ഐക്യമൊന്നും സാറില്ലേ. പിന്നെ ഒരു പെണ്ണ് ചേരും, പെണ്ണുങ്ങൾ ചേരത്തില്ല എന്ന് പറയുന്ന പോലെ ചില 2 പെണ്ണുങ്ങൾ കൂടിയാൽ ഭയങ്കര ബഹള ഈഗോ ക്ലാഷും പ്രശ്നം ഉണ്ടാവുന്നൊക്കെ. പക്ഷെ ഞാൻ ഇന്ന് വരെ ചെയ്ത വർക്കിലൊന്നും എനിക്ക് ഇതുവരെ, അത് എൻ്റെ നാടകത്തിലും ഇല്ലായിരുന്നു. ഞങ്ങൾ 3 വർഷം ഒരുമിച്ച് ഒരേ പെണ്ണുങ്ങൾ 3 വർഷം ഉണ്ടായിരുന്നു. സാധാരണ നാടക സമിതിയിലൊന്നും 1 കൊല്ലം പോലും നിൽക്കില്ല, അടിച്ച് പിരിഞ്ഞിരിക്കും അമ്പിളിച്ചേട്ടൻ പറയുന്ന പോലെ. ഞങ്ങളെ ഭയങ്കര സ്നേഹത്തിൽ 3 വർഷം ഞാൻ പോയ ഒരാളാണ്. പിന്നെ അതുകൊണ്ട് എനിക്ക് എവിടെ ചെന്നാലും ഞാൻ എല്ലാവരുമായിട്ടും രമ്യപ്പെട്ടും ഞാൻ അവരുമായിട്ട് സഹകരിച്ച്. അവർ യൂത്താണ്, ഞാനും യൂത്തായി. എൻ്റെ പ്രായവും കാര്യവും ഞാൻ മറന്നു കുട്ടേട്ടൻ മറന്നു, ഞങ്ങൾ സുരേഷ് കൃഷ്ണൻ, ഞങ്ങളെല്ലാം അവരോട് അവരുടെ പ്രായമായി. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി. അവരുടെ ആഷിഖ് ആയാലും ശ്യാം പുഷ്കർ ആയാലും എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു. ഒരുപാട് സ്നേഹം തന്ന സെറ്റാണ്, ഒരുപാട് സ്നേഹം കിട്ടിയ സെറ്റാണ്. അതുകൊണ്ട് അത് നമുക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്, ഒരുപാട് എല്ലാം നല്ല മൂമെൻ്റ് ഉണ്ട് നമുക്ക് അതിനകത്ത്. അത് ഞങ്ങളെ പൂജ തൊട്ടേ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ആഷിഖിൻ്റെ അമ്മ വന്നിട്ടാണ് അത് സ്വിച്ച് ഓൺ ചെയ്തത്. പൂജ തൊട്ട് തന്നെ
ഞാൻ ചെന്നപ്പോൾ തന്നെ കണ്ടപ്പോൾ തന്നെ ആഷിക്ക് ഓടി വന്നു. ശ്യാം പുഷ്കർ പറയായിരുന്നു, ഞങ്ങളുടെ പല പടങ്ങളും ചേച്ചി ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, പക്ഷെ ചേച്ചിയെ പ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു കഥാപാത്രം അങ്ങനെ വന്നില്ല, ഇപ്പോഴാണ് ഒത്തു കിട്ടിയേ ചേച്ചി എന്ന് പറഞ്ഞ ശ്യാം പുഷ്കറിനെ കണ്ടപ്പോൾ തന്നെ. ഒരുപാട് നല്ല നല്ല സ്നേഹം, മനസ്സ് നിറഞ്ഞ പറയുവാണ്, ഒരുപാട് സ്നേഹവും ഒരുപാട് എല്ലാം മനസ്സ് നിറഞ്ഞ് കിട്ടിയ ഒരു സെറ്റാണ് റൈഫിൾ ക്ലബ്. ഒരു ആഷിക്ക് പോകുന്ന ഡയറക്ടറിന് ഒരു ജാടയോ ഒരു പത്രാസോ തലഖനോ ഒന്നുമില്ല. എത്രയോ പടങ്ങൾ ചെയ്തത് അദ്ദേഹം എങ്ങനെയോ വേണേ അഹങ്കരിക്കാം, ഒന്നുമില്ല. അദ്ദേഹം അദ്ദേഹം തന്നെയാണ് ഡയറക്ടറും ക്യാമറാമാനും, ഇരട്ടി ജോലിയാണ്. ആർക്കും ടെൻഷൻ വരാം, ആർക്കും ദേഷ്യം വരാം. പക്ഷെ ഞാൻ ആഷിക്കുമ്പോൾ ദേഷ്യപ്പെട്ട് കണ്ടിട്ടേ ഇല്ല, എപ്പോഴും ചിരിച്ച മുഖമാണ് കാണുന്നത്. അത് അങ്ങനെ ഒരു ആളെ കാണാൻ കിട്ടുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. നമ്മുടെ ഓഡിയൻസ് പലരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളോട് ഹനുമാൻ കൈൻഡുമായിട്ടുള്ള എക്സ്പീരിയൻസ് സൂരജ്. അതെ, എങ്ങനെ ഉണ്ടായിരുന്നു? സൂരജ് ഞാൻ പറഞ്ഞില്ല, ആദ്യം വന്ന സമയത്ത് സൂരജിനെ ഞാൻ അവിടെ അവരോട് തിരിക്കുകയാണ്. അപ്പം ഞാൻ ഇരിക്കുമ്പോൾ ഒരു പയ്യൻ ഒരു മഞ്ഞ ആ ഡ്രസ്സ് അങ്ങനെയാണല്ലോ, ഒരു കൂസലില്ലാതെ നടന്നാ വരിക, ഇവിടെ ആറ്റോട് അങ്ങനെയാണ്. ഞാൻ നോക്കിപ്പോയി, ഞാൻ ആരോട് ചെയ്ത് ആരാന്ന് വെച്ച് പറഞ്ഞു. അപ്പോൾ അനുജി അറിയത്തില്ലേ, അതിങ്ങനെ മ്യൂസീഷ്യൻ ഇങ്ങനെ പാട്ട് ഭയങ്കര ഇപ്പോഴത്തെ യൂത്തിൻ്റെ ഒക്കെ യൂത്ത് തരയിലുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ അറിയാതെ പോയത്, കാരണം നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് വീണ്ടും ചായ കുടിച്ചിട്ടാണ് തിരിച്ച് വീട് വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ ഹായ് ഇതിങ്ങനെ വെച്ചു. അപ്പം ഞാൻ നോക്കുമ്പോൾ 2 സ്വർണ്ണപ്പല്ലൊക്കെ ഇങ്ങനെ 2 സൈഡിൽ. അപ്പം ഞാൻ അത് കൊള്ളാല്ലേ, ആള് കില്ലിയാണല്ലോ ഞാൻ വിചാരിച്ചു, ചില്ലാണല്ലോ തോർത്തില്ല. അപ്പം പതുക്കെ വന്ന് എന്നെ വന്ന് അങ്ങോട്ട് ഹഗ് ചെയ്തു. ചേച്ചി ഞാൻ സൂരജാണ്, എൻ്റെ വീട് മലപ്പുറമാണ്, ചേച്ചിയുടെ വലിയ ഫാനാണ്, എൻ്റെ ഫാമിലിക്കൊക്കെ ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ്, ആരൊക്കെ ഉണ്ടെന്ന് ഇപ്പോൾ വിളിച്ചിട്ട് എൻ്റെ ഫാമിലി പറയും നിങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്നെ വന്ന് ഹഗ് ചെയ്തു, എൻ്റെ കൂടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ച്, പിന്നെ ഭയങ്കര സ്നേഹമായി. അതിന് ഞങ്ങളുടെ സിനിമയിൽ വരുമ്പം ഈ പറയുന്ന പാട്ട് വേൾഡ് ലെവലിൽ പോയിട്ടില്ല. നമ്മുടെ സിനിമ കഴിഞ്ഞതിന് ശേഷമാണ് ആ പാട്ടൊക്കെ ഭയങ്കര വൈറലാകുകയും ഭയങ്കര വേൾഡ് ലെവലിലാണ്, ഇൻ്റർനാഷണൽ ലെവലിലാണ് എത്തുന്നത്. പക്ഷെ എത്തിയിട്ടും ഇപ്പം ഞങ്ങൾ ഒരുമിച്ചിരുന്ന ഞങ്ങൾ സിനിമ കണ്ട ഫോറം മോളിൽ. പക്ഷേ ഞാൻ എന്നാണ് കണ്ടത്, എന്നെ കണ്ടപ്പോഴേ ചേച്ചി എന്ന് പറഞ്ഞ് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ഞങ്ങൾ എല്ലാ ഫംഗ്ഷനും കഴിഞ്ഞ് പിരിയാൻ നേരത്ത് ഞാൻ വന്ന് ചോദിച്ചു നീ എന്നാല്ലേ നമ്മളെ പോയി കാണുക, നമ്മൾ കാണും ചേച്ചി, നമ്മൾ കാണും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എന്നെ അപ്പോഴും വന്ന് ഹഗ് ചെയ്ത് ഭയങ്കര സ്നേഹം. ഞാൻ പറഞ്ഞില്ലേ സ്നേഹക്കാരായിരുന്നു, നമുക്ക് സ്നേഹക്കാരായി പോയി. അതല്ലേ വേണ്ടത്. നമ്മൾ കാണാത്തതും നമുക്ക് അല്ലെങ്കിൽ കിട്ടാത്തതുമായിട്ട് വേറെ വശത്തും നമുക്കിങ്ങനെ ഒക്കെ തരുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കണ്ണുകളൊക്കെ ചിലപ്പോൾ നിറഞ്ഞു ഒഴുകി പോകാറുണ്ട് ഈ സ്നേഹം പ്രകടനം കണ്ടിട്ട്. ഹനുമാൻ ഭയങ്കര സ്നേഹമുള്ളൊരു ക്യാരക്ടർ, ഒരു ചാടയോ അതാർക്കുമില്ല. വാണി വിശ്വനാഥ് കൊല്ലങ്ങൾക്ക് ശേഷമാണ് സിനിമയിൽ വരുന്നത്. അതൊരു ആക്ഷൻ സിനിമ. ഞാനും വാണി 25 കൊല്ലം മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചതാ. നഗരവധു സ്വർണ്ണകിരീടം BM ഞാൻ അതിനകത്ത് 2ാം അമ്മയായിട്ടായിരുന്നു. എൻ്റെ ഒരു കയറി വരവാ. ഞാനപ്പം പിച്ച വെച്ചിങ്ങനെ കയറി വരുന്ന സമയമാണ്. ആ സമയത്താണ് ഞാൻ അഭിനയിച്ചത്. അങ്ങനെ 2 പടം ചെയ്ത് വാണി പിന്നെ കല്യാണം കഴിഞ്ഞങ്ങ് പോയി. പിന്നെ ബാബുരായനെ കാണുമ്പോൾ ചോദിക്കും, വാണിയുടെ കാര്യങ്ങൾ ചോദിക്കും. ആ വാണി കൊല്ലങ്ങൾ കഴിഞ്ഞ് വന്നിട്ടും എന്നോട് ഭയങ്കര അന്ന് കണ്ടേ ആ വാണി തന്നെയാണ് ഇന്നും. വാണിക്കൊരു മാറ്റവും ഇല്ല. വാണി വരുമ്പോൾ തന്നെ അവിടെ ആളുകൾ ആരും ഇല്ലേന്നൊക്കെ പറയുമ്പോൾ വന്ന് നിൽക്കുന്ന നിപ്പിലൊക്കെ പ്രേക്ഷകർ വന്ന് തോക്കുള്ള വെടിവെപ്പും ഒക്കെ നല്ല രസമാണ്. എല്ലാവർക്കും ഓരോരോ പോയിന്റിൽ എല്ലാവരും അത് അതാ പറഞ്ഞേ, എല്ലാവർക്കും ഓരോ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. ആ പോയിന്റിലെല്ലാം കയ്യടിയുണ്ട്. അപ്പം അങ്ങനെ വാണിയാണല്ലോ, വാണി അവിടെ വന്നു. പിന്നെ ഉള്ളത് ദർശനാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ഉണ്ണിമായി ഞാൻ ആദ്യമായിട്ട് നമ്മുടെ തന്നെ ശ്യാം പുഷ്കറിന്റെ വൈഫാണല്ലോ ഉണ്ണിമായ നല്ല നല്ല ക്യാരക്ടർ. ഉണ്ണിമായയുടെ അടുത്തായിരുന്നു നിങ്ങളുടെ സ്പൈ വർക്ക് ഒക്കെ അതേന്നും അറിയത്തില്ലല്ലോ. എന്നെ വിളിക്കുമ്പം എന്നെ വിളിച്ചു, ചേച്ചി ഞാൻ ആഷിക്കപ്പോൾ ഒരു സെറ്റിൽ നിന്ന് വിളിക്കുകയാണ്, ആഷിക്കേട്ടൻ പറഞ്ഞിട്ട് വിളിക്കുക, ചേച്ചി ഞങ്ങൾക്കൊരു 25 days 30 ദിവസം ഡേറ്റ്സ് ഒരുമിച്ച് വേണം, ചേച്ചിക്ക് ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആഷിക്കപ്പോൾ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, ഞാൻ ചേച്ചി രാമുവേട്ടൻ്റെ വൈഫായിട്ടാണ്, ചേച്ചിക്ക് നല്ല ക്യാരക്ടറാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്തോ റിച്ച് ക്ലബ്ബാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ക്ലബ്ബ് എന്നൊക്കെ നമ്മുടെ മനസ്സിൽ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ പോഷ് ആൾക്കാരുടെ ക്ലബ്ബൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലബ്ബൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ വിചാരിച്ച പോലെയുള്ള സംഭവമൊന്നും അല്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം വേറെ തരത്തിലുള്ള ക്ലബ്ബാണ്. അപ്പോൾ പിന്നെ എൻ്റെ രൂപവും എൻ്റെ അപ്പിയറൻസും എല്ലാം ഒരു ചേഞ്ച് വരുത്തി. കാരണം ഒരു ദിവസം തന്നെ കോസ്റ്റ്യൂം തന്നെ ഒരു ദിവസം എല്ലാവർക്കും
ഞങ്ങൾ ചെന്നതിന് ശേഷം അപ്പോഴാണ് എല്ലാവർക്കും തയ്ക്കുന്ന പോലും. ഞങ്ങൾ രാവിലെ പൂജ കഴിഞ്ഞിട്ട് എല്ലാവരും ഇരിക്കുക ഡ്രസ്സിന് വേണ്ടിയിട്ട്. എൻ്റെ ഡ്രസ്സ് കിട്ടുന്ന ഉച്ചയ്ക്കാണ്. ഡ്രസ്സ് ഇട്ട് കണ്ടപ്പോൾ മാഷിക്കും ആ ചേച്ചി കൊള്ളാം, സൂപ്പർ, ചേച്ചിക്ക് നന്നായിട്ടുണ്ട്, അത് ഓക്കെ അടിച്ചു. ഒരു ദിവസം നടക്കുന്ന കഥയാണല്ലോ. അപ്പൊ ഡ്രസ്സ് അധികം ഇല്ല, ഒറ്റ ഉടുപ്പ്. പിന്നെ വരുന്നത് ആ കല്യാണത്തിന്റെ സോങ്ങിലെ കാണിക്കാൻ വേറെ ഉടുപ്പ് വരുന്നത്, അത് അധികം അങ്ങോട്ട് വന്നുമില്ല. മെയിനായിട്ട് വന്ന ഉടുപ്പൊക്കെ ആ മറ്റേ നമ്മൾ ഇട്ടേക്കുന്ന ഫ്രോക്ക് പോലത്തെ ഒരു സാധനം. പലർക്കും പല ഫാഷനിലായിരുന്നു ഡ്രസ്സുകളായിരുന്നു, എല്ലാവർക്കും വ്യത്യസ്തമായിട്ട് കളറുകളും. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും പിന്നെ എല്ലാവരും വാണിയുടെ തയ്ച്ചു, ഇവരുടെ തയ്ച്ചു, എല്ലാവരും തയ്ച്ചു. അപ്പോൾ എല്ലാവരും തയ്ച്ചിരുന്നു, എല്ലാവരും സെറ്റാക്കി. ആ ദിവസം തന്നെ കോസ്റ്റ്യൂമൊക്കെ പെട്ടെന്ന് അടിക്കലായിരുന്നു. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് സെറ്റായി. പിറ്റേ ദിവസം വന്ന് പിന്നെ ഞങ്ങളെല്ലാം പിന്നെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഞങ്ങളുടേതായ രീതിയിൽ ഒരുങ്ങി ഇറങ്ങി. ഞങ്ങൾ സെറ്റിൽ ചെന്ന് ആദ്യം എടുക്കുന്ന ഡൈനിങ് ടേബിൾ സീനാണ്. അതിന് ഡൈനിങ് ടേബിൾ കാണിക്കുന്നില്ല, ഭയങ്കര വിശാലമായിട്ട് എല്ലാവരും ഇരിക്കുന്നത്. അതാണ് ഫസ്റ്റ് ഞങ്ങൾ പോകുമ്പോൾ എടുക്കുന്ന സീൻ, എടുക്കുന്ന ആദ്യ സീൻ. നല്ലൊരു ഷാഫി സാറുണ്ടല്ലോ. പിന്നെ സെറ്റ് ചിരിച്ച് മടുക്കും. പിന്നെ സൂര്യബിയെ കൊണ്ട് ഒരു രക്ഷയില്ല. സൂര്യബി ആയിരുന്നു ഞങ്ങളുടെ ടൈം പാസ്. ആണോന്നോ തമാശ പറഞ്ഞ് ചിരിച്ച് മടുത്ത് ഓരോരുത്തരും ഓരോ പലഹാരം കൊണ്ടിരും. പിന്നെ പലഹാരം കൂട്ടി പാട്ടായി, പിന്നെ കഥയായി. അങ്ങനെ സെറ്റ് നല്ല ഉണർന്ന്, ഞാൻ പറഞ്ഞല്ലോ, നല്ല ഉണർന്ന്. അങ്ങനെ വേണം ഒരു സെറ്റ്. നമ്മൾ ഇങ്ങനെ അടുപ്പിച്ച് ഉള്ള സിനിമകൾ വരുമ്പം ഇങ്ങനെ സെറ്റിട്ട് സിനിമ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ ഈ 5-6 ദിവസം പരാതി കാരവൻ തന്നെ വേണം. അല്ല, ഇതിനപ്പം ഷെഡ്യൂൾ ബ്രേക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല? ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് 40 ദിവസം അടുപ്പിച്ച ഷൂട്ട്. കാരവൻ കയറത്തില്ല. കാരവൻ കയറി കഷ്ടപ്പെട്ട് വന്നത് അനുരാഗ് സാറിന് മാത്രമാണ്. സാർ ഒട്ടും കാരവൻ ഇരുന്നിട്ടുമില്ല. സാറ് ഞങ്ങളുടെ കൂടെ വന്നിരുന്നു. സാർ ഞങ്ങളുടെ ഈ സ്നേഹവും ഞങ്ങളുടെ അങ്ങോട്ടുള്ള സൗഹൃദം എല്ലാം കണ്ടിട്ട് സാറിങ്ങനെ അന്തം വിട്ട് നിൽക്കുക. അപ്പോൾ നിങ്ങളൊക്കെ തമ്മിൽ എന്തൊരു ഐക്യമാണ്, സ്നേഹം. സാറിങ്ങനെ ചിരിച്ച് ഇങ്ങനെയൊക്കെ. അപ്പം എനിക്ക് ഹിന്ദിയൊന്നും അറിയത്തില്ല. നമ്മൾ അവിടുന്ന് തപ്പി, ഇവിടുന്ന് ഇംഗ്ലീഷിൻ്റെ മൂല, ഹിന്ദിയുടെ മൂലയൊക്കെ തപ്പിയെടുത്ത് സാറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. സാർ അതിന് മനസ്സിലാകുകയും സാർ അത് കുറച്ച് തമിഴും ഒക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ നമ്മൾ സംസാരിച്ച്. അപ്പോൾ സാർ അതൊക്കെ എൻജോയ് ചെയ്യും. സാർ തിരിച്ച് മറുപടി പറയും. അങ്ങനെ ഞങ്ങൾ സാറുമായിട്ട് ഭയങ്കര ഒരു അടുപ്പം വന്നു. സാറുമായിട്ട് സാറിനൊരു അങ്ങേരെ സംബന്ധിച്ച് അയാൾ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു എന്താ പറയുക, ഒരു എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഡയറക്ടറാണ് അങ്ങേര്. അങ്ങനെ പടങ്ങളൊക്കെ വലിയ ലെവലിൽ പോയിട്ടുള്ള പടങ്ങളാണ്. ഇന്ത്യ മൊത്തം അറിയുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് പോലും ഒരു ജാടയോ പത്രാസോ ഒന്നുമില്ല കേട്ടോ. ആ മനുഷ്യനൊക്കെ എന്തോ ഒരു എളിമയാണ്, എന്ത് സ്നേഹമാണ് നമുക്ക്. ഇപ്പം ഞാൻ ആലോചിക്കും, നമുക്കിനി വേറെ അടുത്ത് സ്നേഹം കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇവരുടെയൊക്കെ സ്നേഹം നമുക്കുണ്ടല്ലോ. ഇവരുണ്ടല്ലോ നമ്മളെ സ്നേഹിക്കാൻ. ഇവർ നമ്മളുണ്ടല്ലോ, ഇവർ നമ്മളെ സ്നേഹമല്ലേ. നമ്മളെയൊക്കെ അങ്ങോട്ടേ എന്താ പറയണേ, അങ്ങോട്ട് എടുത്ത് വെച്ചവര് ക്ലോസ് ടു ഹാർട്ട് ആയിപ്പോയി, അങ്ങനെ എടുത്തു വെച്ചു. നമുക്ക് അതുപോലെയുള്ള സ്നേഹങ്ങളാണ്. അപ്പോൾ അത് നമ്മുടെ കുഞ്ഞുങ്ങളും അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മുടെ കുടുംബത്തിലുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ അമ്മ മക്കളൊക്കെയാണ്. ആ ഒരു ബന്ധമാണ്, സ്നേഹബന്ധമുണ്ട്. അത് പറയുന്ന പോലെ ആയിരുന്നു. അവിടെയുള്ള ആൾക്കാരെല്ലാം നമ്മളെ അങ്ങോട്ട് അവർ നമ്മളെ അങ്ങോട്ട് എടുത്തങ്ങ് വെച്ചവർ എല്ലാവരും അതുപോലെ സെറ്റാണ് സാറിന്. അപ്പോൾ ഈ കാരവൻ ഞങ്ങൾക്കെല്ലാം അവിടെ ഇതടിച്ചിരിക്കുകയായിരുന്നു. വീട് പോലെ ഇതുപോലെ അടിച്ച് നമുക്ക് അതിനകത്ത് പെണ്ണുങ്ങൾക്ക് ബാത്റൂമും ഡ്രസ്സിങ് റൂമും പിന്നെ സെപ്പറേറ്റ് ഇപ്പുറത്തെ റൂമിൽ കട്ടിൽ, സോഫ, TV എല്ലാം. കാരവനേക്കാളും സുഖമായിരുന്നു. ഞങ്ങളെല്ലാം അവിടെ അതിനകത്ത് കട്ടിലൊക്കെ ഒന്നൊന്നുമല്ല, മൂന്നാല് കട്ടിലുണ്ട്. അത്ര വലിയ സ്പേസ് ആയിരുന്നു അവിടെ, ഒരു മുറി. അതുപോലെ ആണുങ്ങൾക്ക്, അതുപോലെ കോസ്റ്റ്യൂമിനും പിന്നെ കോസ്റ്റ്യൂം ആൻഡ് മേക്കപ്പ് AC ആയിരുന്നു. AC ഒക്കെ ഇട്ട് ഫുഡ് കഴിക്കുന്ന ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന, ഞങ്ങൾ ആശിക്കും എല്ലാവരും വരും. അപ്പോൾ വീട്ടിൽ പോയി വരുമ്പോൾ രാമേട്ടൻ എന്തെങ്കിലും കൊണ്ടുവരും, കുട്ടേട്ടൻ എന്തെങ്കിലും കൊണ്ടുവരും, ഞാൻ വീട്ടിൽ പോയി എന്തെങ്കിലും കൊണ്ടുവരും. ഞങ്ങളെല്ലാവരും അവിടെ ഒരുമിച്ചിരുന്ന് ഞങ്ങളെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുക. അങ്ങനെ പിരിഞ്ഞു പോന്നപ്പോഴായിരുന്നു ഭയങ്കര ഫീലായിരുന്നു. അതൊരു 1-2 ആഴ്ചത്തേക്ക് ഭയങ്കര ഫീലായിരുന്നു. കുറേ പൊട്ടിപ്പോകുന്ന ഒരു വേദനയായിരുന്നു പിരിഞ്ഞു പോന്നപ്പോൾ. പിന്നെ പ്രൊമോഷന്റെ ഭാഗമായിട്ടൊക്കെ പിന്നെ വീണ്ടും കണ്ടപ്പോൾ ഞങ്ങൾ ചില്ലായി. ഞങ്ങൾക്ക് പിന്നെ തമ്മിൽ കണ്ടപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും കൂടി അതൊരു നമുക്ക് പൊളിക്കണം, തകർക്കണം, അതുപോലെയൊക്കെ ആയിരുന്നു. ഞങ്ങളവിടെ തകർത്തെല്ലാവരും കൂടി. പിന്നെ സാറിന് വയത്തിപ്പെടാൻ പറ്റിയില്ല, അത് മാത്രമേ ഉള്ളൂ.